അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. നമുക്കിവിടെ നല്ല കൂർക്കയും ചിക്കനും വെച്ചിട്ട് എല്ലാറ്റിനും കോമ്പിനേഷനോട് കൂടിയുള്ള ഒരു ഗ്രേവി ആയാലോ. നമുക്കൊരു പാത്രത്തിലേക്ക് കൂർക്ക നന്നായിട്ട് കഴുകിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. 2 വെല്ലുള്ളി അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസുള്ള തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടതാ, അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 4 ചെറിയുള്ളിയും 2 പച്ചമുളകും ചതച്ചെടുത്താണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കൂർക്കയും ചിക്കനും ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുഞ്ഞ് ടീസ്പൂണിന് പട്ടഗ്രാമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഇറക്കി മാറ്റാം, എന്നിട്ടൊരു താളിപ്പ് റെഡിയാക്കി. നമ്മളൊരു കുഞ്ഞ് പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറുള്ളി അരിഞ്ഞാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കളർ മാറി വരണം ചെറുള്ളി, അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റോടുകൂടിയും ഒരുപാട് ഗുണങ്ങളോടുകൂടിയുള്ള കൂർക്കയും ചിക്കനും കൊണ്ടുള്ള ഒരു ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും ചോറിനും എല്ലാറ്റിനും പറ്റി നല്ലൊരു കോമ്പിനേഷനോട് കൂടിയുള്ള ഒരു ഗ്രേവിയാണ്. നിങ്ങളും ഇതൊരു വട്ടം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.